ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കില്ല. വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കില്ല. മനസ്സിലാക്കിയാൽ തന്നെ അതിലെ പല സ്ഥലങ്ങളും ബന്ധിപ്പിച്ച് അതിലെ അർത്ഥം മനസ്സിലാക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പാസ്റ്റർമാരും അപ്പോളജിസ്റ്റുകളും നുണ പറയും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം ഒരു അപ്പോളജിസ്റ്റ് നിരത്തുന്ന വാദങ്ങളാണ്. ഇവിടെ ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിന് തെറ്റുണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് ഈ അപ്പോളജിസ്റ്റ് നിരത്തുന്ന വാദങ്ങൾ വളരെ ബാലിശമാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ജേക്കബ് വർഗീസ് 2022 നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ്. അടുത്ത തെളിവ് സ്ത്രീ സാക്ഷികൾ. ഇത് നിങ്ങൾ അന്ന് കാലഘട്ടത്തിലെ യഹൂദന്മാർ സ്ത്രീകളെ അവരുടെ സമുദായത്തിലും സംസ്കാരത്തിലും അവരുടെ നിലവാരത്തെ മനസ്സിലാക്കിയിരുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഉദ്ധരണികളാണ്. സ്ത്രീകളുടെ പക്കൽ ന്യായപ്രമാണം ലഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് കത്തി നശിക്കട്ടെ. സ്ത്രീ ആകയാലുള്ള ലാഘവത്വവും ദാഷ്ട്യതയും നിമിത്തം സ്ത്രീകളുടെ സാക്ഷ്യം അസ്വീകാര്യമായിരിക്കട്ടെ. സ്ത്രീ നൽകുന്ന ഏതൊരു തെളിവും അസാധുവാണ്, നൽകുവാനുള്ള അവകാശവും അസാധുവാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് കാണിക്കുന്ന കാര്യം ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ശിഷ്യന്മാർ വന്ന് അന്നത്തെ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ മശിഹ അല്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ വിധിച്ച ഈ യേശു, ഞങ്ങൾ മശിഹ ആണ് എന്ന് പറഞ്ഞ യേശു, പുരോഹിതന്മാരും അന്നത്തെ മത നേതാക്കന്മാരും തള്ളിക്കളഞ്ഞ യേശു സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ദാണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന അവിശ്വസനീയമായ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അവർ എന്ത് കാരണത്താലാണ് അന്നത്തെ സമൂഹത്തിൽ ആരും ഗൗനിക്കാത്ത, അന്നത്തെ ന്യായപ്രമാണം അനുസരിച്ച്, അന്നത്തെ ന്യായവിസ്താര രീതി അനുസരിച്ച്, അന്നത്തെ കോടതികളിൽ ആരും ഒരു വില പോലും കൽപ്പിക്കാത്ത സ്ത്രീകളെ അവരുടെ പ്രഥമ ദൃക്സാക്ഷികളായിട്ട് മുന്നോട്ട് വെക്കണം? ഒരു കള്ളത്തരം പറയുമ്പോൾ, ഒരു കള്ളത്തരം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഞാൻ ഒരു കള്ളനെ എൻ്റെ പ്രഥമ സാക്ഷിയാക്കുമോ? അതോ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയതയുള്ള ഒരാളെ എൻ്റെ സാക്ഷിയായിട്ട് ഞാൻ കെട്ടിച്ചമയ്ക്കുമോ? അതാണ് സ്ത്രീകളുടെ സാക്ഷ്യം യേശുവിൻ്റെ കല്ലറ ഒഴിഞ്ഞ കല്ലറ ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതുള്ള ഒരു പ്രഥമ ഘടകം. നിങ്ങൾ ജേക്കബിന്റെ വാദം കേട്ട് കാണുമല്ലോ. ഇവിടെ ജേക്കബ് പറയുന്നത് സ്ത്രീകളാണ് ഒഴിഞ്ഞ കല്ലറ ആദ്യമായിട്ട് കണ്ടത്. അവരുടെ സാക്ഷ്യത്തിന് യഹൂദ നിയമത്തിന് മുന്നിൽ ഒരു വിലയുമില്ല. അപ്പോ ഒരു നുണയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സ്ത്രീകളുടെ സാക്ഷ്യം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്? നുണയാണെങ്കിൽ ഏറ്റവും ശക്തമായ സാക്ഷ്യമല്ലേ അവിടെ വരേണ്ടതെന്ന്. ഇനി ബൈബിൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിയാണ്, പഴയ നിയമത്തില് സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വിലയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ദബോറ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മ? ദബോറ ഒരു പ്രവാചക, ദബോറ യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. എസ്തേർ, ഇവരെല്ലാരും വളരെ ആദരിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദബോറ യുദ്ധം നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നയിക്കുന്ന ആളെ വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. അത് വേറൊരു കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ ഇവർ വാദിക്കും. നമുക്ക് പുതിയ നിയമത്തിലെ കാലഘട്ടത്തിലേക്ക് തന്നെ പോവാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ശമര്യക്കാരിയായ സ്ത്രീയെ 4-ാം അധ്യായത്തിൽ മീറ്റ് ചെയ്യുന്നു. അത് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, ഈ സ്ത്രീ പോയി പറയുന്ന സാക്ഷ്യത്തിന്റെ മുകളിലാണ് അനേകം പേർ വിശ്വസിച്ചത്. യേശു അവരുടെ കൂടെ താമസിച്ചു. അന്നേരം അവർ പറയുന്നത് കേൾക്കൂ, നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അവനെ നേരിട്ട് കേട്ടതുകൊണ്ടും ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്. ആദ്യം ആ ശമര്യക്കാർ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിച്ചത്? ആ സ്ത്രീയുടെ സാക്ഷ്യത്തിന് മുകളിൽ. നിയമത്തിന് മുന്നിൽ സ്ത്രീകൾക്ക് വളരെ വിലയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈനംദിന ജീവിതങ്ങളിൽ, വിശ്വാസത്തില് ഒക്കെ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വിലയുണ്ടെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ആധുനിക ഗവേഷകരുടെ മെജോറിറ്റി ഒപ്പീനിയനിൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ആദ്യം എഴുതിയത് പൗലോസിന്റെ ലേഖനങ്ങളാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് ആദിമ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പല ഭാഗങ്ങളും അതേപടി പ്രിസർവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ചില കീർത്തനങ്ങൾ, ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും. അതിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആദ്യം കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവസാനം പൗലോസ് സ്വയം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ഇത് 1 കൊരിന്തോസിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ 1 കൊരിന്തോസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, യേശുവിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, യേശു ഉത്ഥിതനായി ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അപ്പോളജിസ്റ്റുകൾ പറയുന്ന പോലെ ശൂന്യമായ കല്ലറ എന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സാക്ഷ്യം വളരെ ആവശ്യമുള്ളതായിരുന്നെങ്കിൽ പൗലോസ് അത് രേഖപ്പെടുത്താതെ പോകും? ഒരിക്കലുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സ്ത്രീയുടെയും പേര് പറയുന്നത്. ഇവിടെ പറയുന്നത് പത്രോസ്, യാക്കോബ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം ആ 500 പേരിൽ സ്ത്രീകളുണ്ടെന്ന്. പക്ഷേ ആദ്യം കണ്ടത് സ്ത്രീകളാണെങ്കിൽ അവരെ കുറിച്ച് പറയേണ്ടതില്ലേ? നമ്മൾ ആദിമ ക്രൈസ്തവ വിശ്വാസത്തിൽ യേശുവിന്റെ മരണം, സംസ്കാരം, ഉത്ഥാനം, യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒക്കെയാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട്
എഴുതപ്പെട്ട മർക്കോസിന്റെ സുവിശേഷത്തില് നമുക്ക് കാണാം സ്ത്രീകളാണ് യേശുവിന്റെ കുരിശുമരണം ദൂരെ നിന്ന് കാണുന്നത്, യേശുവിന്റെ സംസ്കാരം കാണുന്നത്, പിന്നീട് യേശുവിന്റെ ശൂന്യമായ കല്ലറ കാണുന്നതും അവിടെ ഇരിക്കുന്ന ബാല്യക്കാരൻ പറയുന്നു യേശു നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി എന്ന്. ഈ അത്ഭുതപ്പെട്ടും ഭയപ്പെട്ടും നിൽക്കുന്ന സ്ത്രീകളോടെ ഈ മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുകയാണ്. നമുക്ക് അറിയാം ആദിമ വിശ്വാസത്തിൽ ഈ ശൂന്യമായ കല്ലറയെ കുറിച്ച് പരാമർശിക്കുന്നില്ല, സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. പക്ഷെ പിന്നീട് മർക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോഴേക്കും ഇവയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ. നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തില് എങ്ങനെ ഈ ശൂന്യമായ കല്ലറയും സ്ത്രീകളും ഒക്കെ വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തെ സമഗ്രമായിട്ടൊന്ന് വിലയിരുത്താം. പുതിയ നിയമത്തിലെ ഏറ്റവും പഴയ സുവിശേഷം എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഈ മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയാണ് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും എഴുതപ്പെട്ടത്. ഈ 3 ടെക്സ്റ്റുകൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇവ തമ്മിൽ ഒരു സാഹിത്യപരമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതിനെ സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയും. ഇതിൽ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം ശരിക്കും വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് യേശുവിനെ യഥാർത്ഥത്തില് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അവർക്ക് യേശുവിൽ വിശ്വാസമില്ല. അവർ യേശു ആരാണെന്ന് മനസ്സിലാകുന്നില്ല. യേശുവിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവര് യേശുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തില് ശിഷ്യന്മാരെ സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു സന്ദർഭത്തില് പത്രോസിനെ സാത്താനെ എന്ന് വരെ യേശു വിളിക്കും. എന്നാൽ യേശുവിനെ മനസ്സിലാക്കുന്നത് വിജാതീയരാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് മനുഷ്യനായ ഒരാള് യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് യേശു കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ അതൊരു ശതാധിപനാണ്. യഹൂദരായ ആരുമല്ല, ഒരു റോമൻ ശതാധിപൻ. പിന്നീട് യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നത് പിശാചുക്കളാണ്. പലപ്പോഴും പിശാചുക്കളെ പുറത്താക്കുമ്പോൾ ഈ പിശാചുക്കളാണ് യേശുവിനെ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നത്. ഇത് വളരെ വൈരുദ്ധ്യപരമായിട്ട് നമുക്ക് തോന്നും. ഇതേ തീം മർക്കോസിന്റെ സുവിശേഷത്തിൽ എല്ലായിടത്തും കാണും. നേരത്തെ പറഞ്ഞ തീം, അതായത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല, ശിഷ്യന്മാർക്ക് യേശുവിൽ വിശ്വാസമില്ല, വിജാതിയർക്ക് വിശ്വാസമുണ്ട്, സ്ത്രീകൾക്ക് വിശ്വാസമുണ്ട്. ആ തീം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്കിത് കാണാം. ഇതേ തീം പീഡാനുഭവത്തിന്റെ സമയത്തും നമുക്ക് കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തില് പീഡാനുഭവത്തിന് മുന്നോടിയായി യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശിഷ്യന്മാര് ആദ്യമേ ഓടി ഒളിക്കും. പിന്നീട് യേശുവിന്റെ കുരിശുമരണവും സംസ്കാരവും കാണുന്നത് സ്ത്രീകളാണ്. ഇടയ്ക്ക് അരിമത്യക്കാരനായ ജോസഫ് വരുമെങ്കിലും അരിമത്യക്കാരനായ ജോസഫ് ഒരു രഹസ്യ ശിഷ്യനാണ്. കുരിശുമരണവും സംസ്കാരവും ഉത്ഥാനവും കാണേണ്ടത് ആരായിരിക്കും? ബാക്കിയുള്ളത് സ്ത്രീകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നറേറ്റീവില്, ആ ഒരു കഥാതന്തുവില് ശിഷ്യന്മാർ ആദ്യമേ ഓടി ഒളിച്ചു കഴിഞ്ഞു. പിന്നീട് ബാക്കിയുള്ളത് സ്ത്രീകളാണ്. ഇവിടെ കുറച്ച് ഭാഗങ്ങളും കൂടെ ശ്രദ്ധിച്ചു വായിക്കാം. സ്ത്രീകള് ആ കല്ലറയിലേക്ക് പോകുമ്പോൾ അവര് പരസ്പരം പറയുന്നുണ്ട്, അതായത് ആരാണ് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുക? കാരണം 3 സ്ത്രീകളാണ് പോകുന്നത്. ഭാരമേറിയ കല്ലായിരിക്കാം. ആ കല്ല് ആരെങ്കിലും ഉരുട്ടി മാറ്റണം. ശിഷ്യന്മാരുണ്ടെങ്കിൽ അവര് ഉരുട്ടി മാറ്റുമോ? കാരണം ശിഷ്യന്മാർ പേടിച്ച് ഒളിച്ചിരിക്കും. കല്ലറയിലെത്തിയ സ്ത്രീകള് ശൂന്യമായ കല്ലറ കാണും. അവിടുത്തെ ബാല്യക്കാരൻ, അവിടുത്തെ മാലാഖ ഈ സ്ത്രീകളോട് പറയുന്നു, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി. സ്ത്രീകൾ ഭയപ്പെട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയാണ് മർക്കോസിന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത്. മർക്കോസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് മത്തായിയും ലൂക്കായും അവരവരുടെ സുവിശേഷങ്ങൾ എഴുതുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് സ്ത്രീകളുടെ വാക്ക് അതേപടി വിശ്വസിച്ച് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ശിഷ്യന്മാര് നേരെ 150 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗലീലയിലേക്ക് പോകും. എന്നാല് ലൂക്കായുടെ സുവിശേഷത്തില് പത്രോസും ഒന്ന് പരിശോധിക്കുന്നു. യോഹനാന്റെ സുവിശേഷത്തിൽ പത്രോസും പിന്നീട് യേശു സ്നേഹിച്ചെടുത്ത ശിഷ്യനും ഇവര് രണ്ടുപേരും വളരെ വേഗത്തിൽ ഓടിപ്പോയി കല്ലറ പരിശോധിക്കുന്നു. അവിടെ ആരെയും കാണുന്നു. നമ്മള് കാലഘടന വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യം മർക്കോസ് എഴുതി, പിന്നീട് മത്തായി എഴുതി, ലൂക്ക എഴുതി, യോഹനാൻ എഴുതി. ആദ്യം സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നു. സ്ത്രീകളെ അതേപടി വിശ്വസിക്കുന്ന ശിഷ്യന്മാരായിരുന്നു മർക്കോസിലും മത്തായിലും നമ്മൾ കാണുന്നത്. ലൂക്കായിൽ എത്തുമ്പോഴേക്കും പത്രോസ് വന്ന് പരിശോധിക്കുവാണ്. യോഹനാൻ എഴുതുമ്പോഴേക്കും പത്രോസിന്റെ കൂടെ മറ്റേ ശിഷ്യൻ, അതാരാണെന്ന് നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു സമയത്ത് സംസാരിക്കാം. ആ ശിഷ്യനും വരുന്നു. പുരുഷന്മാരുടെ പ്രാധാന്യം വരുന്നത് നമ്മൾ കാണുന്നു. അതായത് സ്ത്രീകളുടെ സാക്ഷ്യത്തിന് ഒരു ബലം കിട്ടാൻ. ഇപ്പോ ഇത്രയും നമ്മൾ സംസാരിച്ചത് നമ്മൾ എന്തൊക്കെ കണ്ടു? ശമരിയക്കാരിയായ സ്ത്രീയുടെ വാക്ക് കേട്ട് അനേകം പേര് യേശുവിനെ ആദ്യമായി കാണുന്നതിന് മുന്നേ തന്നെ അവരിൽ വിശ്വസിക്കുന്നു. ആദ്യകാല ക്രൈസ്തവ വിശ്വാസത്തില് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് ശൂന്യമായ കല്ലറയും സ്ത്രീകളും ഒരു പ്രധാനപ്പെട്ട ഭാഗമേ അല്ല. എന്നാൽ മർക്കോസിലെ സുവിശേഷം എത്തുമ്പോഴേക്കും ശൂന്യമായ കല്ലറയും സ്ത്രീകളുടെ സാക്ഷ്യവുമാണ് യേശുവിന്റെ ഉത്ഥാനത്തിനുള്ള തെളിവ്.
പൗലോസിന്റെ ലേഖനം എഴുതിയിട്ട് ഏകദേശം 15 മുതൽ 20 വർഷം കഴിഞ്ഞിട്ടാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ വിശ്വാസം ആദ്യകാലങ്ങളിൽ പടർന്നത് വാമൊഴിയായിട്ടാണ്. വാമൊഴിയായിട്ട് വിശ്വാസം പടരുമ്പോൾ അതില് പൊടിപ്പും തൊങ്ങലുകളും ഉള്ള കഥകൾ വരും. ഉള്ള ചില കാര്യങ്ങളില് വെള്ളം ചേർത്തുനിന്ന് വരും. പുതിയ പുതിയ കഥകൾ കൂട്ടിച്ചേർത്തുനിന്ന് വരും. അതിനെക്കുറിച്ച് വളരെയേറെ ഗവേഷണം നടക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ സുവിശേഷങ്ങളിൽ ഒന്നാണ് മർക്കോസിന്റെ സുവിശേഷം. ആ വ്യക്തി കൂട്ടിച്ചേർത്ത ഒരു കഥയാവാനും സാധ്യതയുണ്ട്. കാരണം ഈ കഥ മുന്നോട്ട് പോകണമല്ലോ. അതായത് കുരിശിൽ മരിച്ചത് കാണുന്ന സ്ത്രീകള്, അടക്കിയത് കാണുന്ന സ്ത്രീകള്, പിന്നീട് ഒഴിഞ്ഞ കല്ലറ കാണുന്ന സ്ത്രീകൾ, ഈ ഒരു രീതിയിലുള്ള ഒരു ആർക്കും ആവാം. മൂന്നാമത്തത്, ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ ആദ്യകാലത്ത് ഇതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നു എന്നാവാം. ശൂന്യമായ കല്ലറ കണ്ട സ്ത്രീകൾ എന്ന് പറയുന്ന ഡേറ്റ, ഈ 3 രീതിയിൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ജേക്കബിന്റെ വാദങ്ങൾ എന്തായിരുന്നു? ശൂന്യമായ കല്ലറയുടെ ഒരു തെളിവ് എന്നുള്ളത് യഹൂദ സമൂഹത്തില് നിയമത്തിന് മുന്നില് ഒരു വിലയില്ലാത്ത സ്ത്രീകളുടെ സാക്ഷ്യമാണ്. കാരണം ഒരു കള്ളസാക്ഷ്യമായിരുന്നു നിയമത്തിന് വിലയുള്ള പുരുഷന്മാരുടെ സാക്ഷ്യം മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിനെ പല രീതിയിൽ പരിശോധിച്ചു. നമ്മൾ കണ്ടു, ശമരിയക്കാരിയായ ഒരു സ്ത്രീയുടെ ഒരു സാക്ഷ്യത്തിന് മുകളിലാണ് അനേകം പേര് യേശുവിൽ വിശ്വസിച്ചത്. നിയമത്തിന് മുന്നിലേ വിലയില്ലാതുള്ളൂ, സമൂഹത്തിന് മുന്നിൽ വിലയില്ലാതില്ല എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മൾ പൗലോസിന്റെ ലേഖനത്തെ ആസ്പദമാക്കി ആദിമ ക്രൈസ്തവ വിശ്വാസം നമ്മൾ പരിശോധിച്ചു. അതിൽ നമ്മൾ കണ്ടു, യേശുവിന്റെ മരണം, സംസ്കാരം, ശിഷ്യർക്ക് മുന്നിൽ ഉത്ഥാനം ചെയ്ത യേശു പ്രത്യക്ഷപ്പെട്ടു. ഇവയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതില് ശൂന്യമായ കല്ലറയെ കുറിച്ച് പരാമർശിക്കുന്നില്ല, സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നു. ഒന്നുകിൽ ആ വിശ്വാസത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു വിശ്വാസം ഉണ്ടായി വന്നതാവാം. ഇനി മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ കാണുന്നു, പുരുഷന്മാരായിട്ടുള്ള യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ തന്നെ ഓടി ഒളിക്കുന്നു. പിന്നീട് സ്ത്രീകളാണ് യേശുവിന്റെ കുരിശുമരണവും സംസ്കാരവും കാണുന്നത്. അവര് തന്നെയാണ് യേശുവിന്റെ ശൂന്യമായ കല്ലറയും കാണുന്നത്. അപ്പോൾ നമുക്ക് 2 ഡേറ്റ പോയിന്റ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തുകൊണ്ട് ആദിമ സമൂഹത്തിൽ ഈ ശൂന്യമായ കല്ലറയെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ല? സാക്ഷികളുടെ കൂട്ടത്തിൽ നമ്മൾ സ്ത്രീകളെ എണ്ണിയില്ല. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം എത്തുമ്പോൾ അവിടെ ശൂന്യമായ കല്ലറയുണ്ട്, അതിന് ആദിമ സാക്ഷികളായിട്ട് വരുന്നത് സ്ത്രീകൾ. പൗലോസിന്റെ ലേഖനത്തിൽ നിന്നാണ് നമുക്ക് ആദിമ സഭയെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അത് എഴുതി ഒരു 15 മുതൽ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം കിട്ടുന്നത്. നമുക്ക് 3 രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തേത്, ആദിമ ക്രൈസ്തവ വിശ്വാസം പടർന്നത് വാമൊഴിയിലൂടെയാണ്. വാമൊഴിയിലൂടെ ആകുമ്പോൾ കഥകള് മാറാറുണ്ട്, കഥകളിൽ കൂട്ടിച്ചേർക്കൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉപകഥയാവാം ഈ ശൂന്യമായ കല്ലറയും സ്ത്രീകൾ അത് കണ്ടത്. മർക്കോസ് ആണ് സുവിശേഷം എന്ന ജോൺറയിൽ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയത്. അങ്ങനെയാണെങ്കിൽ മർക്കോസിന്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ആയിരിക്കാം അത്. കാരണം മർക്കോസിലുടനീളം യേശുവിന്റെ കൂടെ നിൽക്കുന്നവരല്ല, യേശുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് യേശുവിനെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും. അതേപോലെ ഈ കഥയുടെ നറേറ്റീവില് നമ്മൾ കാണുന്നുണ്ട്, ആദ്യം തന്നെ ശിഷ്യന്മാര് ഓടി ഒളിച്ചു. പിന്നീട് മർക്കോസിന്റെ സുവിശേഷത്തിലുടനീളം അവര് സീനിലേക്ക് വരുന്നേയില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ നറേറ്റീവില് സ്ത്രീകൾ മാത്രമേ ബാക്കി ഉണ്ടാകാൻ വഴിയുള്ളൂ. മൂന്നാമത്തെ സാധ്യത, ഇത് നടന്ന ഒരു സംഭവമാണ്. ആദിമ ക്രൈസ്തവ വിശ്വാസത്തില് അതിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൗലോസ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് എന്ത് നടന്നു എന്നുള്ളതിന്റെ സാധ്യതകൾ മാത്രമേ പറയാൻ കഴിയൂ. അപ്പോ ഇവിടെ ജേക്കബ് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ 3 കോട്ടുകൾ കാണിച്ചിട്ട് പറയുന്നു. ഈ കോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈറ്റീരിയ ഓഫ് എംബാരസ്മെന്റ് വെച്ചിട്ട് നമുക്ക് പറയാം യേശുവിന്റെ കല്ലറ ശൂന്യമാണ്. ഇനി വിശ്വാസികളോട് ചോദിക്കാനുള്ളത്, ഇതേപോലത്തെ അർത്ഥ സത്യങ്ങൾ കേട്ടിട്ട് വേണോ നിങ്ങളുടെ വിശ്വാസം കൊണ്ടു നടക്കാനായിട്ട്?